നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ അടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം മാർത്തവ അവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവ അവധിയും ഉൾപ്പെടെ സ്ത്രീ സൗഹൃദ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. 1.25 മണിക്കൂർ നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിമർശനവും ഉണ്ടായില്ല. അതേസമയം നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന ശേഷം ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം തികച്ചും ജനക്ഷേമവും വികസനത്തിലൂന്നിയതും സ്ത്രീ സൗഹാർദ്ദവുമായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ഭക്ഷ്യസുരക്ഷ, ക്രമസമാധാനം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുൾപ്പെടെ സമഗ്ര മേഖലകളിൽ കരുതലും കൈത്താങ്ങും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. ഭൂനിയമം മാറ്റാൻ കമ്മീഷനെ വയ്ക്കും. സ്ത്രീകളെ ചേർത്തു നിർത്തുന്ന നിരവധി പദ്ധതികൾ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധിയും വനിതാ കർഷകർക്കായി കൺസോർഷ്യവും KSRTCയിൽ സൗജന്യ യാത്രയും. On the very day it assumed office, my government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in Kerala. My government will provide rupees 1,000 per month to girl students in colleges to support their education. My government will raise the welfare pension to 3,000 rupees per month for all eligible beneficiaries. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ എല്ലാ ജനപ്രിയ പദ്ധതികളും ഊന്നി പറഞ്ഞു. ലഹരിക്കെതിരെ സീറോ ടോളറൻസും ഓപ്പറേഷൻ തൂഫാനും ഗവർണർ വിശദീകരിച്ചു. കാർഷിക, വ്യാവസായിക, മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ. Under Mission Samudra, the sector will be strengthened through fleet modernization, the deepening of Janakiya Matsya Krishi. The Excise Department will be comprehensively modernized with enhanced enforcement capacity. അതേസമയം 75 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ ഒരിടത്തുപോലും കേന്ദ്രത്തെ വിമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഗവർണർ പൂർണ്ണമായും വായിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നയത്തിനെതിരായ കാര്യങ്ങൾ പറയാതിരുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നാണ് ആരോപിച്ചത്. കിഫ്ബി, ലൈഫ് മിഷൻ, കുടുംബശ്രീ ഉൾപ്പെടെ ഇടതു സർക്കാരിന്റെ വികസന പദ്ധതികളുടെ തുടർനീക്കങ്ങൾ ഒന്നും പ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ, ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയല്ല. അവയോടുള്ള സമീപനം വ്യക്തമല്ല. 2, 3, 4 തീയതികളിലാണ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച. അമൃത ന്യൂസ്, തിരുവനന്തപുരം.